സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇംഗ്ലീഷിലെ കൊച്ചു കൊച്ചു ഗ്രീറ്റിങ് അഭിവാദ്യങ്ങൾ നമ്മൾ പറയില്ലേ, അഭിവാദനങ്ങളൊക്കെ പറയുന്നതിനെ കുറിച്ച് ചെറുതായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. നമ്മൾ രാവിലെ സമയത്തൊക്കെ പെട്ടെന്ന് ആരെയും കാണാൻ നമ്മൾ എന്താ പറയുന്നത്, നമ്മളെങ്ങനെ ഗ്രീറ്റ് ചെയ്യുന്നത്? ഗുഡ് മോർണിംഗ് അല്ലേ? ഗുഡ് മോർണിംഗ് ശരിയല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയുന്നത് എപ്പോഴാ? രാവിലെ ശരിക്കും സൂര്യോദയം മുതൽ 12 മണി വരെയുള്ള സമയത്ത് നമ്മൾ ഗുഡ് മോർണിംഗ് കൊണ്ട് ഗ്രീറ്റ് ചെയ്യും അല്ലേ? എങ്ങനെയാ പറയുന്നത്? ഇപ്പൊ അച്ഛൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയണേ എങ്ങനെയാ പറയുന്നത്? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ് ഫാദർ എന്ന് അങ്ങനെ പറയുന്നേക്കാളും ഗുഡ് മോർണിംഗ് ഡാഡി അല്ലെ ഗുഡ് മോർണിംഗ് പപ്പ അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത് കൂടുതൽ. ഗുഡ് മോർണിംഗ് ഫാദർ അങ്ങനെ പറയാം. ഓക്കെ. പിന്നെ അമ്മേനോട് ഗുഡ് മോർണിംഗ് പറയണെങ്കിലോ ഗുഡ് മോർണിംഗ് മദർ എന്ന് പറയുന്നതിനേക്കാളും ഗുഡ് മോർണിംഗ് മാം അല്ലേ? ഇപ്പൊ ഗ്രാൻഡ് ഫാദറിനോടാണെങ്കിൽ പറയണെങ്കിലോ ഗുഡ് മോർണിംഗ് പറയണെങ്കിലേ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഗ്രാൻഡ് പാ. ഗ്രാൻഡ് ഫാദർ എന്ന് പറയാം, ഗ്രാൻഡ് പാ എന്നും പറയാം അല്ലേ? ഗ്രാൻഡ് മദറിനോടാണെങ്കിലോ ഗുഡ് മോർണിംഗ് ഗ്രാൻഡ് മാ. ഇപ്പൊ നമ്മുടെ അമ്മാവനോടൊക്കെ ആണെങ്കിലോ അങ്കിളിനോട് ഗുഡ് മോർണിംഗ് അങ്കിൾ. ആന്റിയോടാണെങ്കിലോ നമ്മുടെ സുഹൃത്തിന്റെ പേരെന്താ? രാജേഷ് എന്ന് വെച്ചോ. രാജേഷിനോട് ഗുഡ് മോർണിംഗ് പറയണെങ്കിലോ ഗുഡ് മോർണിംഗ് രാജേഷ്, മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട് അല്ലേ? അങ്ങനെ ഗുഡ് മോർണിംഗ് കൊണ്ട് നമുക്ക് ഗ്രീറ്റ് ചെയ്യാം. അതുപോലെ ഉച്ച സമയത്താണെങ്കിൽ ഈ 12 മണി മുതൽ 5 മണി വരെയുള്ള സമയത്താണെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം എന്താ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ പറയില്ലേ? ടീച്ചറിനോടാണെങ്കിലോ സ്കൂളിൽ നിന്ന് എന്താ പറയുന്നത്? ഗുഡ് ആഫ്റ്റർനൂൺ സാർ, ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ എന്നൊക്കെ പറയില്ലേ അല്ലേ? അങ്കിളിനോട് പറയുമ്പോഴോ ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ അല്ലേ? ഗുഡ് മോർണിംഗ് പഠിച്ചു, ഗുഡ് ആഫ്റ്റർനൂൺ പഠിച്ചു. ഇനി അതുപോലെ 5 മണി കഴിഞ്ഞിട്ട് രാത്രി 5 മണി കഴിഞ്ഞിട്ട് ഒരു 11 മണി വരെ എന്ത് പറയും? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് എന്താ പറയുന്നത്? സാറിനോട് പറയണെങ്കിലോ അച്ഛനോട് പറയണെങ്കിലോ ഗുഡ് ഈവനിങ് ഫാദർ. അമ്മേനോട് പറയണെങ്കിലോ ഗുഡ് ഈവനിങ് മദർ അല്ലേ? ഫ്രണ്ടിനോടാണെങ്കിലോ അല്ലേ ഗുഡ് ഈവനിങ് പറയും അല്ലേ? 11 മണി കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുമ്പോ എന്താ പറയുന്നത്? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ് പറയില്ലേ? നല്ല ശുഭരാത്രി അല്ലേ? ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ശുഭരാത്രി. അപ്പൊ നമ്മളെന്താ സാധാരണ പറയുന്നത്? സ്വീറ്റ് ഡ്രീംസ്, സ്വീറ്റ് ഡ്രീംസ്, മധുര സ്വപ്നങ്ങൾ, സ്വീറ്റ് ഡ്രീംസ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ പറയില്ലേ? അപ്പൊ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മനസ്സിലായോ? ഗ്രീറ്റിംഗ്സ് മനസ്സിലായോ? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, അതുപോലെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഒക്കെ പറഞ്ഞില്ലേ? പിന്നെ നമ്മൾ ഒരാളെ കണ്ടുമുട്ടി കഴിയുമ്പോ കണ്ടുമുട്ടിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്, കണ്ടുമുട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എങ്ങനെ പറയും? നൈസ് ടു മീറ്റ് യു എന്ന് പറയാം. നൈസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് അല്ലേ? നൈസ് ടു മീറ്റ് യു. ഇല്ലെങ്കിൽ പ്ലീസ്ഡ് ടു മീറ്റ് യു. പ്ലീസ്ഡ് ടു മീറ്റ് യു. പ്ലീസ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒത്തിരി അതിയായ സന്തോഷമുണ്ട്. എങ്ങനെ പറയും? പ്ലീസ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു അല്ലേ? അപ്പോൾ ഈ ഗ്രീറ്റിംഗ്സ് നമ്മൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഓഫീസിലൊക്കെ ഇപ്പോൾ സാറുമാരോടൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഹലോ ഹായ് എന്ന് പറയോ? ഒരു ഓഫീസിൽ ചെന്നിട്ട് ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഹായ് സാർ ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുമോ? ഇല്ല. അതങ്ങ് എപ്പോഴാ ചോദിക്കുന്നത്? നമ്മളെ ഈ ഹായ് ഹലോ ഒക്കെ നമ്മൾ എപ്പോഴാ ചോദിക്കുന്നത്? നമ്മുടെ അടുത്ത ആൾക്കാരോട്, ഒന്നെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട്, ഇല്ലെങ്കിൽ നമ്മുടെ പ്രായം കുറഞ്ഞ ആൾക്കാരോട് ഹലോ ഹായ് എന്നൊക്കെ പറയാം അല്ലേ? ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരോട്, അച്ഛനോട്, അമ്മേനോട്, ബ്രദറിനോട്, സിസ്റ്ററിനോട്. അപ്പോൾ അവരോടൊക്കെ
ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കാം. മനസ്സിലായോ? പക്ഷേ നമ്മളൊരു ഓഫീസിൽ ചെന്നിട്ട് അവിടുത്തെ സാറിനോട് ഹായ് എന്ന് പറയുമോ? ഇല്ല. എന്താ പറയുന്നത്? സാർ സാർ ഗുഡ് ഈവനിങ് സാർ സാർ എന്തെന്ന് വിളിക്കും? ആണാണെങ്കിൽ സാറിന് വിളിക്കും. ലേഡീസ് ആണെങ്കിലോ ഗുഡ് ഈവനിങ് മാഡം അല്ലേ? ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് മോർണിംഗ് മാം അല്ലേ? ഗുഡ് ഈവനിങ് ഗുഡ് മോർണിംഗ് മാഡം മാഡം എന്ന് പറയും. മനസ്സിലായോ? ഒഫീഷ്യലായിട്ട് പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയും? അതായത് ഫോർമലായിട്ട് പറയുമ്പോൾ സാറ് മാഡം എന്നൊക്കെ പറയും അല്ലേ? അതുപോലെ മിസ്റ്റർ ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാജു മിസ്റ്റർ അല്ലേ? മിസ്റ്റർ മിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ ഉദ്ദേശിച്ചിട്ട് അല്ലേ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ പ്രതാപ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ മിസ്സിസ് MRS മിസ്സിസ്. ഗുഡ് ഈവനിങ് മിസ്സിസ് ശ്രേയ മിസ്സിസ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഔപചാരികമായിട്ട് പറയുമ്പോൾ ആണുങ്ങളാണെങ്കിൽ ഫോർമലായിട്ട് പറയുമ്പോൾ മിസ്റ്റർ കൂട്ടി പറയും അല്ലേ? ഹീസ് മിസ്റ്റർ രാജു അല്ലേ? അതുപോലെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളോട് നമ്മൾ ഔപചാരികമായിട്ട് പറയും, ഫോർമലായിട്ട് പറയുമ്പോൾ എങ്ങനെ പറയും? മിസ്സിസ്. ഷീസ് മിസ്സിസ് മിസ്സിസ് ശ്രേയ അല്ലേ? ഇനി ലേഡീസ് തന്നെ കല്യാണം കഴിയാത്തവരെ പറയുമ്പോൾ മിസ്. നമ്മൾ ടീച്ചർമാരെ പറ്റി പറയില്ലേ? നിങ്ങളുടെ സയൻസ് മിസ് എവിടെയാ? മിസ് മിസ്. കല്യാണം കഴിയാത്തവരെ പറ്റി പറയുമ്പോൾ. അതുപോലെ MS മിസ്, അത് മിസ്സാണ്. MS കല്യാണം കഴിഞ്ഞതാണെങ്കിലും കഴിഞ്ഞില്ലെങ്കിലും ലേഡീസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് MS മിസ് ഉപയോഗിക്കാം. ഓക്കെ. കൊച്ചു കൊച്ച് ഗ്രീറ്റിംഗ്സ് മനസ്സിലായോ? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗിന്റെ ടൈം മനസ്സിലായോ? പിന്നെ ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്. പിന്നെ നമ്മള് പോട്ടെ ടാറ്റ എന്നൊക്കെ പറയില്ലേ? ബൈ എന്നാ വിടാ ഞാൻ പോട്ടെ, ബൈ 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 അതെല്ലാം പറയില്ലേ? ഓക്കെ. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു വാക്കുകൾ ഓർത്ത് വെക്കുക. നമ്മള് മാറ്റീശ്വരനാമില് നെയ്മല്ല പറഞ്ഞോളുന്നത്. നെയ്മ് എന്ന് പറഞ്ഞാൽ പേരല്ലേ? കുറെ പേരുകൾ നമ്മൾ പറഞ്ഞു. അതില് കോമൺ ആയിട്ടുള്ള പേരുകൾ പറഞ്ഞു, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള പറഞ്ഞു, പിന്നെന്താ പറഞ്ഞേ? കൗണ്ടബിൾ എണ്ണാൻ പറ്റുന്നത് അല്ലേ? പിന്നെ എണ്ണാൻ പറ്റാത്തത്. അത്രയായിട്ടല്ല നമ്മൾ പറഞ്ഞത്. ഈ എണ്ണാൻ പറ്റാത്തത് പറഞ്ഞു. എണ്ണാൻ പറ്റുന്ന പേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് എണ്ണാൻ പറ്റുന്നത് എങ്ങനെ പറയാം? ഒരെണ്ണമായിട്ട് വേണേൽ പറയത്തില്ലേ അല്ലേ? ഒരെണ്ണമായിട്ട് പറയാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലായിട്ട് പറയാം. എണ്ണാൻ പറ്റുന്ന നൗണുകള് നമുക്ക് സിംഗിളായിട്ട്, ഒരെണ്ണത്തിന് സിംഗിൾ എന്ന് പറയത്തില്ലേ? സിംഗിളായിട്ട് പറയാം. അതല്ലെങ്കിൽ സിംഗിളിന്റെ കൂട്ടത്തില് പ്ലസ് കൂട്ടിയിട്ട് പറയാം. പ്ലസ് ആയിട്ട് പറയാം. പ്ലസ് എന്ന് പറഞ്ഞാല് പ്ലൂറലായിട്ട് പറയാം, ഒന്നിലധികമായിട്ട് പറയാം. എണ്ണാൻ പറ്റുന്ന പേരുകള് നമുക്ക് സിംഗിളായിട്ട് പറയാം. സിംഗിളായിട്ട് പറയുന്നതിന് പറയുന്നതാണ് സിംഗിളായിട്ട്, ഓരോന്നായിട്ട് സിംഗുലർ ആയിട്ട് പറയാം. എന്താ? സിംഗുലർ ആയിട്ട് പറയാം. പിന്നെ പ്ലസ് ആയിട്ട്, പ്ലസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ, രണ്ടാകാം, മൂന്നാകാം, ഒന്നിലധികം എത്ര വേണമെങ്കിലും അതിനെ പ്ലസ് പ്ലസ് പ്ലൂറൽ എന്ന് പറയും. സിംഗിളായിട്ട് പറയുന്നതിന് സിംഗുലർ എന്നും പ്ലസ് ആയിട്ട് പറയുന്നതിനെ പ്ലൂറൽ. അപ്പൊ സിംഗുലറും പ്ലൂറലും മനസ്സിലായോ? സിംഗുലർ എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഏത് തരത്തിൽപ്പെട്ട പേരുകളിലാണ്? എണ്ണാൻ പറ്റുന്നത് സിംഗുലറും പ്ലൂറലും അല്ലേ? മനസ്സിലായോ? സിംഗുലർ എന്ന് പറഞ്ഞാല് ഒരെണ്ണം ഉണ്ടാവുള്ളൂ, പ്ലൂറൽ എന്ന് പറഞ്ഞാല് ഒന്നിലധികം. ഓക്കെ, മനസ്സിലായോ? ഇവിടെ നോക്കിയോ, ഇവിടെ കുറച്ച് നൗൺസ് എഴുതിയിട്ടുണ്ട്. കാർ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുമോ? എണ്ണാൻ പറ്റുന്നല്ലേ? കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ നൗൺ ആണ് കാർ. കാർ എന്ന് പറഞ്ഞാൽ വെറും CAR കാർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു കാറാണ്. ഒരു കാർ. നമുക്ക് ഇവിടെ അതിന്റെ അപ്പുറത്തെ വാക്ക് CAR കഴിഞ്ഞിട്ട് ഒരു S കിട്ടും. കാർസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാറുകൾ. ഇത് കാർന്നും ഇത് കാറുകൾ എന്നാണ്. കാറുകൾ എന്ന് പറഞ്ഞാല് ഒന്നിലധികം, ചിലപ്പോൾ 2 ആകാം, 3 ആകാം,
ഒന്നിലധികമുള്ളതിനെ കാർസ് എന്ന് പറയും. മനസ്സിലായോ? ഇവിടെ നമ്മൾ എന്താ ചെയ്തേ? ഒരു എസ് അങ്ങ് ഇട്ട് കൊടുത്തു. കാർ എന്നുള്ളതിന്റെ കൂട്ടത്തില് രസ് ഇട്ടപ്പോ അത് ഒന്നിലധികമായി. ശരിയല്ലേ? ഇവിടെ അടുത്ത് നോക്കിയേ, ബോൾ. ബോൾ 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 എന്ന് പറഞ്ഞാല് ഒരു ബോളിനാണ് അതിനകത്ത്. നോക്ക്, അപ്പുറത്ത് നമ്മള് ഒരു എസ് അങ്ങ് ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ അർത്ഥം മാറി കഴിഞ്ഞാ ബോൾസ്. ബോൾസ് ബോൾസ് എന്ന് പറഞ്ഞാല് ഒന്നിലധികം ബോളുകളായി. മനസ്സിലായോ? ഇതപ്പോ എന്താണ്? സിംഗുലർ ആണ്. ഇത് പ്ലൂറലാണ്. സിംഗിൾ മനസ്സിലായോ? സിംഗുലർ സിംഗിൾ ആയിട്ട് പറയുന്നതിന് സിംഗുലറും ഒന്നിലധികമായിട്ട് പറയുന്നതിന് പ്ലൂറലിനും പറയും. നോക്കി, പെൻ. പെൻ എന്ന് പറഞ്ഞാൽ എന്താ? പേനയാണ്. ഒരു പേന അല്ലെ? അതിന്റെ അപ്പുറത്ത് ഒരു എസും കൂടെ ഇട്ടപ്പോ എന്തായി? അർത്ഥം മാറിയോ? ഈ സിംഗുലറിന്റെ അപ്പുറത്ത് ഒരു എസും കൂടെ ഇട്ടപ്പോ എന്തായി? അത് പ്ലൂറലായിട്ട് മാറി. നമുക്ക് അടുത്തത് ബുക്ക്. ബുക്കിന്റെ അപ്പുറത്ത് ഒരു എസും കൂടെ ഇട്ടപ്പോ എന്തായി? ബുക്സ് ആയി. അർത്ഥം എന്ത് മാറി? ഒരെണ്ണം ഉള്ളത് ഒന്നിലധികം എന്നായി, ബുക്സ് എന്നായി. സിംഗുലർ എന്നുള്ളത് പ്ലൂറലായി. ഓക്കെ, ടേബിൾ. ടേബിൾ അല്ലെ? ടേബിളിന്റെ അപ്പുറത്ത് എന്തിട്ടു നമ്മള്? ഒന്നിലധികം എന്ന് കാണിക്കാൻ എന്തായിട്ടെ? യെസ്. അടുത്ത ഡോർ. ഡോർ എന്ന് പറഞ്ഞാൽ വാതിൽ. എസ് ഇട്ടപ്പോ വാതിലുകൾ, കുറെ വാതിലായി. വാതിലിനുള്ളതിനെ എസ് ഇട്ടപ്പോ വാതിലുകളായി. ഇതെന്താ? സോങ്, പാട്ട് അല്ലെ? ഒരു എസ് ഇട്ടപ്പോ എന്തായി? സോങ്സ്. അപ്പൊ സിംഗുലറിന്റെ കൂട്ടത്തിൽ ഒരു എസ് ഇട്ടപ്പോ എന്തായി? അത് പ്ലൂറലായി. ഓറഞ്ച്. ഓറഞ്ചസ്. ഒരു എസ് ഇട്ടപ്പോ ഓറഞ്ചുകളായി. ഒരു ഓറഞ്ച് ഓറഞ്ചുകളായി, കുറെ ഓറഞ്ചായി. മനസ്സിലായോ? അപ്പോ മനസ്സിലായോ? ഈ സിംഗുലർ പ്ലൂറലാക്കാൻ കൂടുതലും വാക്കുകളുടെ, കൂടുതൽ നൗണുകളുടെ കൂടുതൽ നമ്മൾ എന്താ ചേർക്കുന്നതെന്ന് മനസ്സിലായോ? അപ്പോ നൗണ് കഴിഞ്ഞിട്ട് ഒരു എസ് ഇട്ടാല് എന്തായി? ഒന്നില് പ്ലൂറലായി. മനസ്സിലായോ? കുറെ നൗൺസില്, അതായത് കൗണ്ടബിൾ നൗൺസില് നമുക്ക് സിംഗുലറും പ്ലൂറലായിട്ട് തിരിക്കാൻ പറ്റുള്ളൂ അല്ലെ? ഈ കൗണ്ടബിളില് നോക്കിയോ, നോർമലി വരുന്ന മിക്കവാറും നൗണുകളുടെ കൂടുതല് അതിന്റെ അപ്പുറത്ത് രസം കിട്ടുമ്പോഴത്തേക്ക് എന്തായി? അതിന്റെ അർത്ഥം പ്ലൂറലായി മാറി. അടുത്ത് നോക്കിയോ, കുറച്ച് നൗണ്. ഇതെന്താ? ബസ് അല്ലേ? ഇവിടെ നോക്ക്, ബസ് എന്ന് പറഞ്ഞാല് ഒരു ബസ് അല്ലെ? ഇവിടെ എഴുതിയേക്കുന്ന BUS ബസ്സസ്. ബസ്സസ് എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതൽ അല്ലേ? ഒന്നില് കൂടുതൽ. ബസ്, ബസ്സസ്. ഇവിടെ നമ്മൾ എന്തായിട്ടെ? ഇവിടെ നമ്മൾ വെറും എസ് മാത്രമല്ല ഇട്ടെ. സിംഗുലർ പ്ലൂറലാക്കാൻ ആദ്യത്തെ ഭാഗത്ത് കുറെ നൗണുകളുടെ കൂട്ടത്തിൽ നമ്മൾ എസ് ഇട്ടു. ഇവിടെ നോക്ക്, ഇവിടെ ബസ് എന്നുള്ളത് നമ്മൾ എസ് മാത്രമല്ല ഇട്ടെ, ES ഇട്ടു. എന്തായിട്ടെ? ES ഇട്ടു. എന്താക്കാൻ? പ്ലൂറലാക്കാൻ, ഒന്നിലധികമാക്കാൻ. നോക്ക്, ബോക്സ്. എന്തിട്ടു? എസ് മാത്രമാണോ ഇട്ടെ? ES ഇട്ടു. എന്താക്കാൻ? പ്ലൂറലാക്കാൻ വേണ്ടിട്ട്. നോക്ക്, ഫോക്സ്. ഫോക്സ് എന്നുള്ളതിന്റെ കൂട്ടത്തില് അവിടെ നമ്മൾ എന്തിട്ടു? ES ഇട്ടു. വാച്ച് അല്ലേ? വാച്ച്. വാച്ചിന്റെ കൂട്ടത്തില് നമ്മൾ എന്തിട്ടു? എസ് ആണ് ഇട്ടേക്കുന്നത്, ES. ആദ്യം കുറെ എണ്ണത്തിൽ നമ്മൾ പറഞ്ഞു എസ് ഇട്ടാല് പ്ലൂറൽ ആകുമെന്ന്. ഇവിടെ എസ് ആണ് ഇട്ടേ, ഇവിടെ ES ആണ് ഇട്ടത്. അപ്പൊ നോക്കുക, ഈ ബസ് എന്നുള്ളതിന്റെ ലാസ്റ്റത്തെ ലെറ്റർ എന്താ? എസ്. ഇതെന്താ? ബോക്സ് എന്നുള്ളതിന്റെ വാച്ച് എന്നുള്ളതിന്റെ ലാസ്റ്റത്തെ ലെറ്റർ എന്താ? CH. അതാ ഇഞ്ച്. ഇഞ്ചില്ലേ? ഒരു ഇഞ്ചിലെ അളവ് പറയില്ല നമ്മള്. ഇഞ്ച് എന്നുള്ളത് ഇഞ്ചസ്, അതും ES ഇട്ടു. കണ്ടോ? ഇങ്ങനെ കുറച്ച് വാക്കുകൾ. എസ്, SS. ഞാൻ തെളിയുന്നില്ലല്ലോ. ബസ്, ബോക്സ്, ഫോക്സ്, വാച്ച്, ഇഞ്ചൊക്കെ പറഞ്ഞു അല്ലേ? അപ്പോ ഈ ലാസ്റ്റത്തെ, ഈ വാക്കുകളുടെ ലാസ്റ്റത്തെ ലെറ്ററുകള് ഒന്ന് എസ്, എക്സ്, സെഡ്. വാക്കിന്റെ എസ്, എക്സ്, സെഡ്. ഇല്ലെങ്കിൽ SS, CH, SH. നല്ല സൗണ്ട് വരില്ലേ? എസ് സൗണ്ട്, എക്സ് സൗണ്ട്, സെഡ്, സെഡ്. പിന്നെ SS, CH,
മനസ്സിലായോ? എസ് എക്സ് സെഡ് എസ് എസ് സി എച്ച് എസ് എച്ച് ഇങ്ങനെ വരുമ്പോ നമ്മൾ എന്ത് ചേർക്കുന്നു? സിംഗുലർ പ്ലൂറൽ ആക്കാൻ വേണ്ടിട്ട് ഇ എസ് ചേർക്കുന്നുണ്ടോ? ബസ് എന്നുള്ളതിന്റെ ലാസ്റ്റത്തെ ലെറ്റർ എസ് ആണ്. അത് നമ്മള് ബസസ് ഇ എസ് ചേർത്തു. എസ് ആയതുകൊണ്ട് ബസസ് ആക്കണമെങ്കിൽ പ്ലൂറൽ ആക്കാൻ വേണ്ടിട്ട് എന്ത് ചേർത്തു? ഇ എസ് ചേർത്തു. ബോക്സ് ലാസ്റ്റത്തെ ലെറ്റർ എന്താ? എക്സ് അല്ലേ? അത് പ്ലൂറൽ ആക്കാൻ എസ് ആണോ ചേർക്കുന്നത്? ഇ എസ് ചേർത്തു. അടുത്തത് ഫോക്സ് ലാസ്റ്റ് ലെറ്റർ എന്താ? എക്സ് അല്ലേ? അത് പ്ലൂറൽ ആക്കാൻ ഇ എസ് എന്ന് ചേർത്തു അല്ലേ? മനസ്സിലായോ? അടുത്തെന്താ? വാച്ച്. വാച്ചിന് എന്താ ചേർത്തേ? വാച്ചസ് ലാസ്റ്റ് സി എച്ച് ആയതുകൊണ്ട് ഇ എസ് ചേർത്തു. ഇഞ്ച് ലാസ്റ്റത്തെ ലെറ്റർ നോക്ക്, സി എച്ച്. അപ്പോ ഇഞ്ചസ് എന്താക്കാൻ വേണ്ടിട്ട്? പ്ലൂറൽ ആക്കാൻ വേണ്ടിട്ട് ഇ എസ് എന്ന് ചേർത്തു. ഇനി അടുത്ത കുറച്ച് വാക്കുകൾ നോക്കിയോ. ഡി എ വൈ ഡേ. ഡേ എന്ന് പറഞ്ഞാൽ ദിവസം അല്ലെ? ദിവസങ്ങൾ. ദിവസം എന്ന് പറഞ്ഞാൽ ഒരെണ്ണോ, ദിവസങ്ങൾ എന്ന് പറഞ്ഞാല് ഒന്നിലധികം ദിവസം ഇല്ലേ? അല്ലേ? നോക്ക് ഇവിടെ ഡി എ വൈ അതിന്റെ കൂട്ടത്തില് നമ്മൾ എന്താ ചേർത്തേ? വെറും എസ് ചേർത്തപ്പോ ദിവസങ്ങൾ എന്നായി. നോക്ക് ബോയ്. ബോയ് ആൺകുട്ടി. ഒരു എസ് ചേർത്തപ്പോഴത്തേക്ക് ബോയ്സ് ആൺകുട്ടികൾ എന്നായി. പ്ലൂറലായില്ലേ? ഇല്ലേ? ഡോങ്കി. ഡോങ്കിന്റെ കൂട്ടത്തില് ഒരു എസ് ചേർത്തപ്പോഴത്തേക്ക് ഡോങ്കീസ് എന്നായി. പ്ലൂറലായില്ലേ? നോക്ക് സിറ്റി. സിറ്റിന്റെ കൂട്ടത്തില് എസിന് പകരം നമ്മള് ഇ എസ് ചേർത്തപ്പോഴാണ് സിറ്റീസ് എന്തായത്? പ്ലൂറലായിട്ട്. ലേഡി. ലേഡിന്റെ കൂട്ടത്തിൽ എസ് ആണോ ചേർത്തേ? ഇ എസ് അല്ല, ഐ എസ്. ഐ എസ് ചേർത്തപ്പോഴത്തേക്ക് പ്ലൂറൽ ആയി. നോക്ക് ഒന്നുകൂടെ നോക്കുക. ഡേ. ഡേന്റെ കൂട്ടത്തില് നമ്മള് പ്ലൂറൽ ആക്കാൻ വേണ്ടിട്ട് എന്താ ചേർത്തേ? ഈ ഡേ എന്ന് പറഞ്ഞ വാക്കിന്റെ ലാസ്റ്റ് ലെറ്റർ എന്താ? വൈ. ഈ വൈയിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എസ് എക്സ് സെഡ് എസ് എസ് സി എച്ച് എസ് എച്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇ എസ് ചേർക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ വൈയിൽ അവസാനിക്കുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വൈയിൽ അവസാനിക്കുന്ന വാക്കുകളുടെ ലാസ്റ്റത്തെ വൈന്റെ തൊട്ട് മുമ്പിലുള്ള അക്ഷരം നോക്കുക. ഇംഗ്ലീഷിൽ വവൽസ് ഏതൊക്കെയാണെന്ന് അറിയാലോ? എ ഇ ഐ ഒ യു. വവൽസ്. വവൽസ് അല്ലേ? ഈ വൈന്റെ തൊട്ട് മുമ്പുള്ള വവൽസ് അക്ഷരം നോക്കുക. വൈന്റെ തൊട്ട് മുമ്പുള്ള അക്ഷരം ഏതാ? എ അല്ലേ? ഇവിടെ ഡേ എന്നുള്ളതിൽ എ അല്ലേ? വവ്വലല്ലേ? വവ്വലാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? വൈ വരുന്ന വാക്കുകളുടെ വൈ വരുന്ന നൗണുകളുടെ കൂട്ടത്തില് വെറും എസ് ചേർത്താൽ മതി. മനസ്സിലായോ? ഡേ എന്നുള്ളത് ഡേയ്സ് ആയി. ദിവസം എന്നുള്ള ദിവസങ്ങളാക്കാൻ, സിംഗുലറിനെ പ്ലൂറൽ ആക്കാൻ വേണ്ടിട്ട് വൈയിൽ അവസാനിക്കുന്ന നൗണുകൾക്ക് എങ്ങനെ എസ് കൊടുക്കുന്ന എപ്പോഴാ? വൈന്റെ തൊട്ട് മുമ്പുള്ള ലെറ്റർ നോക്കുക. വൈ തൊട്ട് മുമ്പുള്ള ലെറ്റർ ഏതാ? വവ്വലാണ്. അതുകൊണ്ട് വെറും എസ് മാത്രം ചേർത്താൽ മതി. അടുത്ത വാക്ക് നോക്ക്. ബോയ്. ബോയ് എന്നുള്ള വൈ ലാസ്റ്റ് ലെറ്റർ വൈ ആണ് അല്ലെ? വൈന്റെ തൊട്ട് മുമ്പുള്ള ലെറ്റർ ഏതാ നോക്കുക? ഓ അല്ലേ? ഓ എന്താണ്? വവ്വലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? എസ് മാത്രം ചേർത്താ പോരെ? ഡോങ്കി. ഡോങ്കി എന്നുള്ള ലാസ്റ്റ് ലെറ്റർ വൈ അല്ലേ? അതിന് തൊട്ട് മുമ്പുള്ള ലെറ്റർ ഏതാ? ഇ ആണ്. ഇ എന്താ? വവ്വലായതുകൊണ്ട് അവിടെയും നമ്മൾ പ്ലൂറലാക്കാൻ വേണ്ടി എന്താ ചേർക്കണ്ടേ? എസ് മാത്രം ചേർത്താൽ മതി. അപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായോ? വൈയിൽ അവസാനിക്കുന്ന നൗണുകളുടെ പ്രത്യേകത. വൈയിൽ അവസാനിക്കുന്നതിന്റെ നൗണുകള് നമ്മൾ പ്ലൂറലാക്കാൻ എന്താ ചെയ്യുന്നത്? വൈന്റെ തൊട്ട് മുമ്പുള്ള ലെറ്റർ നോക്കുക. ലാസ്റ്റത്തെ എൻഡിങ് വൈന്റെ തൊട്ട് മുമ്പുള്ള ലെറ്റർ നോക്കുക അല്ലെ? അത് വവ്വലാണെങ്കിൽ നമ്മൾ എന്ത് മാത്രം ചേർത്താൽ മതി? എസ് മാത്രം ചേർത്താൽ മതി പ്ലൂറലാക്കുന്നതിന്. പിന്നെ അടുത്ത വാക്ക് നോക്ക്. സിറ്റി. വൈയിൽ അവസാനിക്കുന്നല്ലേ? പക്ഷെ വൈന്റെ തൊട്ട് മുമ്പുള്ള ലെറ്റർ നോക്ക്. ഏതാ? ഏതാ? ടി. അത് വവ്വലാണോ? വവ്വലല്ല. വവ്വലല്ലാത്തപ്പോൾ നമ്മൾ എന്താ ചേർക്കേണ്ടതെന്ന് ചോദിച്ചാല് ഈ വയ്യങ്ങ്, സിറ്റിന്റെ വയ്യങ്ങ് ഒഴിവാക്കിയിട്ട് അതിന് പകരം
IES എന്നങ്ങ് ചേർത്താൽ മതി. എന്താ വൈയിൽ അവസാനിക്കുന്ന നൗണുകള് പ്ലൂറൽ ആക്കാൻ വേണ്ടിട്ട് വൈന്റെ തൊട്ട് മുമ്പത്തെ ലെറ്റർ വവ്വൽ അല്ലെങ്കിൽ സ്വരാക്ഷരം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വൈ മാറ്റിട്ട് IES ചേർക്കുക. എന്തിന്? പ്ലൂറൽ സൗണ്ട് ആക്കുന്നത്. നമുക്ക് ലേഡി ലാസ്റ്റ് ലെറ്റർ ഏതാ? വൈയിലാണ് അവസാനിക്കുന്നത്. പക്ഷെ അതിന് തൊട്ട് മുമ്പുള്ള ലെറ്റർ ഏതാ? ഡി ആണ്. വവ്വലാണോ? അല്ല. എന്താ ചേർക്കണ്ട? എസ് മതിയോ? എസ് പോരാ. വൈ മാറ്റിട്ട് എന്ത് ചേർക്കണം? IES ചേർക്കുക. അടുത്ത പറയട്ടെ. ഇനി അടുത്ത കുറച്ച് നൗണുകൾ നോക്കുക. വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെ? ലൈഫ് ജീവിതം. കാഫ് ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? എഫ് ഇല്ലെങ്കിൽ FEയിലൊക്കെ അവസാനിക്കുന്നു. വൈഫ് FEയിൽ അവസാനിക്കുന്നു. ലൈഫ് എന്ന് പറഞ്ഞാൽ FEയിൽ അവസാനിക്കുന്നു. കാഫ് എന്ന് പറഞ്ഞാല് Fൽ അവസാനിക്കുന്നു. വോൾഫ് Fൽ അവസാനിക്കുന്നു. ഷെൽഫ് Fല് അവസാനിക്കുന്നു. രണ്ടു പ്രാവശ്യം എഴുതിയിട്ടുണ്ട് അല്ലെ? ഇതെല്ലാം F അല്ലെങ്കിൽ FEയില് അവസാനിക്കുന്ന നൗണുകളാണ്. ഇത് നമ്മള് പ്ലൂറൽ ആക്കണമെങ്കിൽ ഇതെല്ലാം സിംഗിൾ ആണ്. വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യ. അത് ഭാര്യമാർ ആക്കണമെങ്കില് നോക്കുക F അല്ലെങ്കിൽ FEയിൽ അവസാനിക്കുന്നത്. അങ്ങനെ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? Fനെ അങ്ങ് മാറ്റിയിട്ട് VES എന്ന് ചേർത്താൽ മതി. വെറും ES ആണോ ചേർക്കുന്നേ? Fല് അല്ലെങ്കിൽ FEയിൽ അവസാനിക്കുന്ന സിംഗുലർ നൗൺസ് നമ്മൾ പ്ലൂറൽ ആക്കാൻ എന്ത് ചെയ്യണം? Fനെ മാറ്റി Fന് പകരം നമ്മൾ എന്താക്കണം? V ആക്കുക. വൈഫ് എന്നുള്ള F മാറ്റിയിട്ട് V ആക്കിയിട്ട് പിന്നെ ES അങ്ങ് ചേർത്ത് കൊടുക്കുക. നമുക്ക് ലൈഫ് ലാസ്റ്റത്തെ ലെറ്റർ FE അല്ലേ? FE ആകുമ്പോൾ ഈ F മാറ്റിയിട്ട് എന്ത് ചേർക്കണം? LIVES ലൈഫ്സ്. എന്തായി അപ്പോ? ജീവിതങ്ങൾ. പ്ലൂറൽ ആയി. സിംഗുലറും പ്ലൂറലും. നമുക്ക് കാഫ് ലാസ്റ്റ് ലെറ്റർ എന്താ? F. അത് പ്ലൂറൽ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ F മാറ്റിയിട്ട് VES ഇട്ടു. CILVES കാഫ്സ്. അടുത്ത നോക്കിയ വൂൾഫ് ലാസ്റ്റ് ലെറ്റർ F മാറ്റിയിട്ട് നമ്മൾ എന്തിട്ടോ? പ്ലൂറൽ ആക്കാൻ ഒന്നിലധികം ഉണ്ടെന്ന് കാണിക്കാൻ വൂൾസ്. ഷെൽഫിന്റെ ലാസ്റ്റ് ലെറ്റർ F ആണ് അല്ലേ? അപ്പോ അത് പ്ലൂറൽ ആക്കാൻ വേണ്ടി ഒന്നിലധികം ഉണ്ടെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? F മാറ്റിയിട്ട് VES. അത് മനസ്സിലായോ? അപ്പോ Fലും FEയിലും അവസാനിക്കുന്ന നൗൺസ് നമ്മൾ പ്ലൂറൽ ആക്കാൻ ഒന്നിലധികം ആക്കാൻ എന്താ ചെയ്യുന്നത്? F മാറ്റിയിട്ട് Fന് പകരം V ആക്കിയിട്ട് ES ആഡ് ചെയ്യുക. ഓക്കെ. അടുത്ത കുറച്ച് വാക്കുകൾ കൂടെ നോക്കാം. ഇതെന്താ? റേഡിയോന്റെ പ്ലൂറൽ നോക്കിക്കോ. സിംഗുലറും പ്ലൂറലും ഡൗട്ട് ഇല്ലല്ലോ. സിംഗിൾ പ്ലസ് റേഡിയോ എന്നുള്ളത് നമ്മൾ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരെണ്ണേ ഉള്ളൂ. അത് ഒരു S ചേർത്തപ്പോഴത്തേക്ക് എന്തായി? റേഡിയോസ്. സ്റ്റീരിയോ അത് പ്ലൂറൽ ആക്കാൻ വേണ്ടിട്ട് വെറും S മാത്രമേ നമ്മൾ ചേർത്തുള്ളൂ. അടുത്ത വീഡിയോസ് അത് S ചേർത്തപ്പോഴത്തേക്ക് പ്ലൂറലായി. എന്നാൽ ലാസ്റ്റ് ഓയിൽ അവസാനിക്കുന്ന അടുത്ത വാക്ക് നോക്കി. പൊട്ടറ്റോസ് പ്ലൂറൽ ആക്കാൻ വേണ്ടി നമ്മള് S ആണോ ചേർത്തേ? ES ചേർത്തു. പക്ഷെ ഇതെല്ലാം ഓയിലാണ് അവസാനിക്കുന്നത്. മനസ്സിലായോ? ഹീറോസ് അവിടെ ES ചേർത്തു. അതിന്റെ വ്യത്യാസം മനസ്സിലായോ? ഓയിൽ അവസാനിക്കുന്ന നൗൺസ് നമ്മൾ പ്ലൂറൽ ആക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിന്റെ തൊട്ട് മുമ്പത്തെ ലെറ്റർ നോക്കുക. ഓയിൽ അവസാനിക്കുന്നുണ്ട്. ഓയിൽ തൊട്ട് മുമ്പത്തെ ലെറ്റർ ഏതാ? I അല്ലെ? I എന്ന് പറഞ്ഞാൽ എന്താണ്? വവ്വലാണ്. വവ്വൽ ആണെങ്കില് നമ്മൾ എന്ത് ചേർത്താൽ മതി? S മാത്രം ചേർത്താൽ മതി. ഓക്കെ. ഓയിൽ അവസാനിക്കുന്ന നൗണില് പ്ലൂറൽ ആക്കാൻ ലാസ്റ്റ് ലെറ്റർ ഓയിന്റെ തൊട്ട് മുമ്പുള്ള ലെറ്റർ നോക്കുക. വവ്വൽ ആണെങ്കിൽ വെറും S മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നേരെ തിരിച്ച് വവ്വൽ അല്ലെങ്കിൽ പൊട്ടറ്റോ നോക്ക്. പൊട്ടറ്റോ ലാസ്റ്റ് ഓയിന്റെ തൊട്ട് മുമ്പുള്ള ഏതാ? T. വവ്വലാണോ? ഇല്ല. വവ്വൽ അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? ES ചേർത്ത് കൊടുക്കണം പ്ലൂറൽ ആണെങ്കിൽ.
ഓയിന്റെ തൊട്ട് മുമ്പുള്ള ലെറ്റർ നോക്കുക. ആർ വവലാണോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചേർക്കണം? അപ്പൊ സിംഗുലറും പ്ലൂറലും മനസ്സിലായോ? സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നോർമൽ ആയിട്ട് കൂടുതൽ നൗൺസിന്റെ കൂട്ടത്തിൽ എന്താ ചേർക്കുന്നത്? എസ് ചേർക്കും. പിന്നെ എസ്, എക്സ്, സെഡ്, എസ് എസ്, സി എച്ച്, എസ് എച്ച് ഇങ്ങനെ നൗൺസിന്റെ ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ES ചേർക്കും പ്ലൂറൽ ആക്കുന്നതിന്. മനസ്സിലായോ? പിന്നെ നമ്മൾ വൈയിൽ അവസാനിക്കുന്നത് പറഞ്ഞു. വൈയിൽ അവസാനിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? പ്ലൂറൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? വൈയിൽ അവസാനിക്കുന്നതിന് വൈന്റെ തൊട്ട് മുമ്പത്തെ ലെറ്റർ നോക്കുക. തൊട്ട് മുമ്പത്തെ ലെറ്റർ വവൽ ആണെങ്കിൽ നമ്മൾ എസ് മാത്രം ചേർത്താൽ മതി. വവലിന് പകരം കൺസണന്റ് ആണെങ്കിൽ എസിന് പകരം IES ചേർക്കുക. വൈ മാറ്റിട്ട് ഐ ഇടുക. പിന്നെ ES ചേർത്ത് കൊടുക്കുക. നമ്മൾ പറഞ്ഞു എഫ് അല്ലെങ്കിൽ FE അവസാനിക്കുന്ന നൗൺസിൽ എന്താ ചെയ്യുന്നത്? പ്ലൂറൽ ആക്കുന്നതിന് എഫ് മാറ്റിട്ട് വി ആക്കുക. ES ചേർത്ത് കൊടുക്കുക. പിന്നെ പറഞ്ഞു ഓയിൽ അവസാനിക്കുന്ന നേരത്തെ അതേപോലെ തന്നെയാണ്. ഓയിൽ തൊട്ട് മുമ്പത്തെ ലെറ്റർ നോക്കുക. വവൽ ആണെങ്കിൽ നമ്മൾ എസ് മാത്രം ചേർത്താൽ മതി. വവൽ അല്ലെങ്കിൽ ES എന്ന് ചേർത്ത് കൊടുക്കുക. പക്ഷെ ഇതിൽ വ്യത്യസ്തമായിട്ട് ചില വാക്കുകൾക്ക് പ്ലൂറൽ കിട്ടാൻ ഇങ്ങനെയല്ല. ഇത് നോക്ക്, ടൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പല്ല്. അപ്പോൾ അതിന്റെ പ്ലൂറൽ എന്ന് പറഞ്ഞാൽ പല്ലുകൾ. ടൂത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ SO, SEO, VO ഒന്നും ചേർത്തിട്ട് കാര്യമില്ല. അത് മറ്റൊരു വാക്കാണ്. അത് ചീത്ത് എന്നായി. ചീത്ത് എന്ന് പറഞ്ഞാൽ പല്ലുകൾ. പല്ലുന്ന് പല്ലുകൾ. ഫൂട്ട് എന്നുള്ള എസ് ചേർത്ത പ്ലൂറൽ ആവൂല. പകരം ഫീറ്റ് വേറൊരു വാക്കാണ്. ചൈൽഡിന്റെ കൂടെ എസ് ചേർത്ത പ്ലൂറൽ ആവുമോ? ഇല്ല. ചിൽഡ്രൻ എന്ന് പറഞ്ഞാല് കുട്ടികൾ അല്ലേ? ചൈൽഡ്, ചിൽഡ്രൻ. വുമൺ സ്ത്രീ അല്ലേ? വുമണിന് പകരം വുമൺസ് എന്നല്ല നമ്മൾ എഴുതുന്നത്, വിമൻ ആണ്. ദ മാൻ മനുഷ്യൻ. മെൻ എന്ന് പറഞ്ഞാല് മനുഷ്യന്മാർ പ്ലൂറലായി. ഷീപ്പ് എന്ന് പറഞ്ഞാൽ ചെമ്മരിയാട് അല്ലെ? ഷീപ്പിനെ ഇതൊന്നും ചേർക്കണ്ട. ഷീപ്പ് അതുപോലെ തന്നെ എഴുതിയാലേ എന്തായി? പ്ലൂറലായി. സിംഗുലറും പ്ലൂറലും ഒരുപോലെ. ഡീർ, മാൻ അല്ലെ? ഡീറിന് എസ് ചേർക്കേണ്ട ആവശ്യമുണ്ടോ? ഡീർ. അപ്പൊ ചില വാക്കുകൾ ഇതൊക്കെ നിങ്ങൾ പ്രയോഗത്തിലേ പഠിക്കുള്ളൂ. മെല്ലെ പഠിച്ചാൽ മതി. പക്ഷെ ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങള് ഓർത്ത് വെക്കുക. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ മെല്ലെ നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് പഠിക്കാം. അപ്പൊ മനസ്സിലായോ? കുറച്ച് വാക്കുകൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം.